ഓക്കെ, ഇന്ന് മാഗി പോയിന്റ് ഓണല്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓണായ ദിവസം നമുക്കൊരു ദിവസം മാഗി കഴിക്കാൻ വരാമല്ലോ ഇവിടെ. ഇവിടെ അടിപൊളി ഇവിടുത്തെ മാഗി അല്ലേ, നിനക്ക് ഇഷ്ടമല്ലേ? ഏതാ ഇവിടെ ലിസ്റ്റ് ഒക്കെ ഉണ്ട്. സായാഹ്ന വേളകൾ എൻജോയ് ചെയ്യുന്ന സ്റ്റുഡൻസ്. ഇന്നത്തെ ഇവിടുത്തെ ചപ്പും ചവറൊന്നും നോക്കണ്ട കേട്ടോ. അതെ, നാളെ ആകുമ്പോഴാണ് ഏറ്റവും രസം. അത് കുറച്ച് വൈഡാക്കി. ഗൈസ്, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ വരാം. ദിസ് ഇസ് രേവ ഹെൽത്ത് സെൻറ്റർ. ഇത് ഓഫീസ്, ഹോസ്റ്റൽ ഓഫീസാണ്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഓഫീസിൽ ഇവിടെ വന്നാൽ മതി. ഇതെന്താടി? ഇത് നോവൽറ്റി സ്റ്റോർ, അതായത് ഒരു ഫാൻസി ഷോപ്പ്. അതെ അതെ അതെ, അത് അങ്ങോട്ട് പോവാം അല്ലേ? ബാ. ഇവിടെ പല ഐറ്റംസും ഉണ്ട് ഗൈസ്. നമുക്ക് ഡ്രസ്സ് വേണമെങ്കിൽ ഡ്രസ്സ് മേടിക്കാം. കമ്മൽ, മാല, വള, ബാഗ്, പേഴ്സ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. നടന്ന് ഇതിവിടെ ഒരു ഷോപ്പാണ്, അത് നിങ്ങൾ വരുന്ന വഴിക്ക് കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ നേരത്തെ കാണിച്ച സൗഗന്ധിക ഇല്ലേ, സൗഗന്ധിക എന്ന് പറഞ്ഞ ആ മറ്റേ വലിയ സ്റ്റേജില്ലേ, ആ സ്റ്റേജിൽ ഇപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതാ ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ പ്രാക്ടീസ് സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടെ കണ്ട, ഇതാണ് സ്റ്റേജ്. സത്യം, ഈ കൂത്തമ്പലം എന്നൊക്കെ പറയുന്ന പോലെ. ഈ മറ്റേ ഈ കലാമണ്ഡലത്തിലെ കൂത്തമ്പലം കണ്ടിട്ടുണ്ടോ നീ? ഏകദേശം അങ്ങനെയല്ല, ഏകദേശം നമുക്ക് ആ ഒരു വൈബ് കിട്ടും. ഇങ്ങോട്ടേക്കൊരു ഇതൊരു വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇപ്പം ഞങ്ങൾ തൽക്കാലം ഇപ്പം ഈ വഴി കൂടെ പോവുക. ആദ്യം ഞങ്ങൾ വന്ന വഴി കംപ്ലീറ്റ് ആക്കണ്ടേ അല്ലേ? ഇത് ലൈബ്രറി. ഒരു ദിവസം ഞങ്ങൾ ലൈബ്രറീൻ്റെ ഉള്ളിൽ വന്നിട്ട് അടുത്ത എപ്പിസോഡ് എടുത്ത് കാണിച്ചു തരാം. ഞാൻ പറയട്ടെ, എൻ്റെ എനിക്ക് ഭയങ്കര, നീ ഒന്ന് പിടിച്ചേ, അപ്പുറത്തേക്ക് വാ. ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും മൂഡ് ഔട്ടോ എന്തെങ്കിലും സാഡൊക്കെ ആവുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഈ ക്യാമ്പസിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. നല്ല വൈബാ. അതാടി ഐഡിയ. ആ കളർ കാണിച്ചു കൊടുക്കുക. സൺസ്ക്രീം ചെയ്തോ. കുറച്ചും കൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ആ സൺസെറ്റ് കാണിച്ചു തരായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. അടുത്ത എപ്പിസോഡിൽ ഈ ഒരു സമയമില്ല, കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും. ഫുൾ പരിചയക്കാരാണ്. ഈവൻ ഇൻ ബാംഗ്ലൂർ എന്ന് ചെയ്യണം ഗൈസ്. ആ പൂക്കളെ ചെറി ബ്ലോസത്തിന്റെ സമയമാകുമ്പോ ഇവിടെ ഫ്ലോറൊക്കെ ഫുള്ള് ഫ്ലവേഴ്സ് ആയിരിക്കും. കുറച്ചുണ്ട് ഇവിടെ ബാക്കിയ ഫ്ലവേഴ്സ്. അതെ, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ അവർക്ക്. ഇതിങ്ങനെ ഈ എല്ലാ മരത്തിലും ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ നടന്നു പോകില്ലേ, ഇപ്പം കോളേജിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിങ്ങനെ വീഴും. അപ്പം നല്ല രസമായി. അപ്പം നമുക്കൊരു സിനിമ വൈബായിരിക്കും. പിന്നെ മനസ്സിൽ ഫുള്ള് പാട്ടായിരിക്കും. പാട്ടൊക്കെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് അടിപൊളിയായി. കാര്യം ആരെങ്കിലും വരികയാണെങ്കിൽ ഈ കോളേജിലേക്ക് വാ, സീരിയസ്ലി. പിന്നെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ബോൺസ് അത് വേറെ തന്നെ, അതൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാം. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ കോളേജ് വൈബ് കിട്ടണോ? ഞാനൊരു ഇവിടെ നടന്നിട്ട് പറയാം. ഞാൻ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അതായത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഈ സിനിമയില്ലേ, മനസ്സിനും അറിയില്ല സ്നേഹത്തിനതിരില്ല, എന്താണ് വി ആർ ഫ്രണ്ട്സ്. ഓക്കെ, പാട്ടിന്റെ ബാക്കി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ വി ആർ ഫ്രണ്ട്സ്? സെൽഫിയിൽ പറയാം. ഹാപ്പി ഡേയ്സ് ആണോ എന്തെങ്കിലും സിനിമേൻ്റെ പേര് വേണം. ഹാപ്പി ഡേയ്സ് ആണെന്ന് തോന്നുന്നത്. അപ്പോൾ ഈ മനസ്സിനും അറിയില്ല സ്നേഹത്തിനതിരില്ല ആ സിനിമ
ആ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് ആ സിനിമയിലെ കോളേജില്ലേ, ആ കോളേജ് പോലൊരു കോളേജ് വൈബ് എനിക്ക് വേണം തോന്നി. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു വലിയ കോളേജിൽ തന്നെ പഠിക്കണം എന്ന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയൊരു, അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ ഒരു കോളേജാണ് എനിക്ക് കിട്ടിയത്. ഞാൻ വിചാരിച്ച പോലത്തെ കോളേജ് എനിക്ക് കിട്ടി. അപ്പം ചിലരൊക്കെ, ഞാൻ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് കോളേജ് ഭയങ്കര ബാഡ് ആണ്, ഒരു രസമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അതൊക്കെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസാണ്. പക്ഷെ കോളേജ് എന്ന ഒരു സംഭവം, കോളേജ് എന്ന് അറിയണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇപ്പം എന്ത് സാഡാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടായാലും അത് നമ്മുടെ എക്സ്പീരിയൻസ് വഴി കിട്ടുന്നതാണ്. ആ എക്സ്പീരിയൻസ് വഴി നമുക്ക് കോളേജ് ബാഡാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ പോകുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും എവിടെയാണ് പഠിക്കുന്നത്, ബാംഗ്ലൂരാന്ന് പറയുമ്പോൾ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ ഞാൻ പറയും നല്ലതാണെന്ന് പറയും. അപ്പോൾ അവർക്ക് തന്നെ അത്ഭുതം, ഇങ്ങനെയല്ലല്ലോ പറയാറ് ബാംഗ്ലൂർ പോയ ആൾക്കാർ. അത് തന്നെ, അങ്ങനെയല്ലല്ലോ പറയാറ് എന്ന് പറയാം. അപ്പം അതാ പറഞ്ഞത്. അത് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ലൈഫിൽ സാഡ്, ഹാപ്പിനെസ്, ഞാൻ പറയട്ടെ, എനിക്കെല്ലാം വേണം. സാഡ് വേണം, ഹാപ്പിനെസ് വേണം, ദേഷ്യം വേണം, എല്ലാ എക്സ്പീരിയൻസും എനിക്ക് വേണം. അതൊക്കെ കടന്ന് എനിക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് വരണം. അതൊന്നും ഇല്ലാതെ എപ്പോഴും ഹാപ്പി ഉള്ള കോളേജ്, ഹാപ്പി ഉള്ള സ്ഥലം മാത്രം കിട്ടണം എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്. നമ്മുടെ ലൈഫിലെല്ലാം നമുക്ക് കിട്ടണം. അത് നമ്മൾ എങ്ങനെ കവർ ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങനെ കവർ ചെയ്ത് മുന്നോട്ട് പോയാലേ നമ്മൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുള്ളൂ, നമ്മൾ സ്ട്രോങ് ആവുള്ളൂ. സോ ഡോണ്ട് ബി സാഡ് അബൌട്ട് സില്ലി തിങ്സ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷം കണ്ടെത്തുക ഗൈസ്. അതെ, ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക. ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യത്തിൽ സന്തോഷം കണ്ടെത്തിയാൽ തന്നെ നമുക്ക് എന്തെങ്കിലും വലിയൊരു കാര്യം, വലിയൊരു സന്തോഷമായിട്ട് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ എക്സ്ട്രീം വലിയ സന്തോഷമായിരിക്കും. കറക്റ്റ്, ദാറ്റ്സ്. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ മെയിൻ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. മെയിൻ ബ്ലോക്കാണ്. എൻ്റെ ബ്ലോക്ക് ഇതാണ്. ഞാൻ പഠിക്കുന്ന സ്ഥലം, പഠിക്കുന്ന കോളേജ്, പഠിക്കുന്ന ക്ലാസ് ഈ ഒരു ഭാഗത്തായിട്ട് വരും. എൻ്റെ തേർഡ് ഫ്ലോറാണ്. തേർഡ് ഫ്ലോറിലാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഹോസ്റ്റൽ, G2 ഹോസ്റ്റലാണ്. അപ്പം ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ ആം ബ്ലെസ്ഡ്. എനിക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ വലിയൊരു ഗിഫ്റ്റാണ്. കാരണം എൻ്റെ ടീച്ചേഴ്സ് അടിപൊളി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു വലിയ ഒരു ഫാദറായിട്ടും ഒരു ടീച്ചറായിട്ടും എന്നെ പഠിപ്പിക്കുന്ന ഒരു സാറുണ്ട് ഇവിടെ. ആ സാറിൻ്റെ പേരാണ് കമൽ സാർ. എൻ്റെ മെയിനായിട്ടുള്ളൊരു സാറാണ്. അത് മെയിനായിട്ട് കർണാട്ടിക് മ്യൂസിക്, ഞാൻ കർണാട്ടിക് മ്യൂസിക്കാണ് പഠിക്കുന്നത്. കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കുന്ന സാറിൻ്റെ പേരാണ് കമൽ സാർ. അപ്പം ആ സാറിൻ്റെ കീഴിൽ എനിക്ക് പഠിക്കാൻ പറ്റുകയെന്ന് പറയാം, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഉള്ളെന്ന് പറയുകയാണ്, എനിക്ക് ഭയങ്കര ഭാഗ്യമാണ്. ഒരു ദിവസം ഞാൻ സാറിനെ കാണിച്ചു തരാം. ഇപ്പം എന്തായാലും ഫുൾ കംപ്ലീറ്റ് ലീവല്ലേ, സൺഡേ അല്ലേ, അപ്പം സോ കാണിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ടൈം ഞാൻ സാറിനെ കാണിച്ചു തരാം. സോ ഇവിടെ ഇതൊക്കെ തന്നെ ഹാപ്പിയാണ്, എല്ലാം കൊണ്ട് ഹാപ്പിയാണ് ഇവിടെ. ഈ കാണുന്നതാണ് വിവേകാനന്ദ ബ്ലോക്ക്. 8 നിലകളുള്ള ഒരു മനോഹരമായ ബ്ലോക്കാണ്. അവിടെ എന്തൊക്കെ പഠിപ്പിക്കുന്നത്? എൻജിനീയറിംഗ് ഉണ്ട്, ഞങ്ങളുടെ LLB അവിടെയാണ്, BBA ഉണ്ട്, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ നേരെ പോയാൽ ഗേൾസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലും ഒക്കെയാണുള്ളത്. ആ ഭാഗത്ത് കിട്ടും. ഇപ്പം നമുക്ക് വിവേകാനന്ദ, നേരത്തെ കാണിച്ച് വിവേകാനന്ദ ബ്ലോക്കില്ലേ, അതെവിടെയാണ്? അത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ബേസിക്കലി ഈ ഒരു റൂട്ടാണ് കംപ്ലീറ്റ്ലി അക്കാദമിക്സ് റിലേറ്റഡ്. മറ്റെല്ലാം എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് എടുത്തോ, ബാക്കോട്ട് പോകണ്ട. മറ്റെല്ലാം എന്ന് പറയുന്നത് മറ്റ് ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ബ്ലോക്കാണ് ഒരു കോളേജിന് ആവശ്യമായിട്ടുള്ളത്. ഇവിടെയാണ് അക്കാദമിക്സ് എല്ലാം നടക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട വിവേകാനന്ദ ബ്ലോക്ക്, അവിടെ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ നടന്നു വന്നത്. ഇത് നമ്മൾ നേരത്തെ അത് കൂടെ നടന്നായിരുന്നു, മറ്റേ സ്റ്റേജ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഞങ്ങളിങ്ങനെ റൗണ്ട് ചെയ്യാണ്. ഇത് കൂടെയും സ്റ്റെപ്പ് ഉണ്ട്.
ഞങ്ങൾ ഇടയ്ക്ക് 8th ഫ്ലോറിലൊക്കെ പോയിരിക്കാറുണ്ട് കേട്ടോ. അതായത് ഹോസ്റ്റലേഴ്സിന് മാത്രം കിട്ടുന്ന ചില അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ അവിടെ 8th ഫ്ലോറിൽ പോയാൽ നമുക്ക് ഒരു കംപ്ലീറ്റ് വ്യൂ കിട്ടും. ഒരു 360 ഇല്ല, ഒരു ഔട്ട്സൈഡ് വ്യൂ. നല്ല രസമാണ് അവിടെ. അത് ഞങ്ങളൊരു ദിവസം എന്തായാലും ആ വ്യൂ പോയിട്ട് കാണിച്ചു തരാം. ഇത് വിശ്വേശ്വരയ്യ എന്ന് പറഞ്ഞൊരു ഇതാണ്. എന്ത് ബ്ലോക്കാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഫസ്റ്റ് ടൈം ഇവിടെ വന്ന സമയത്ത് ഞാനൊക്കെ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്. അതായത് എന്തൊരു വലിയ ക്യാമ്പസാണ്, നമുക്ക് തന്നെ എങ്ങനെ വഴികളൊക്കെ മാറിപ്പോവാം എങ്ങനെയാന്നുള്ളത്. പക്ഷെ പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ആയല്ലോ, മിങ്കിളായി ഇവിടെ ആയിട്ട്. അപ്പോൾ എല്ലാം ശരിയായി. എനിക്കുണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. വഴി മാറിപ്പോവും, വേഗം വഴി മാറിപ്പോവും. പിന്നെ ഈ ക്യാമ്പസിൽ തന്നെയല്ലേ ഇതേപോലെ നടക്കാനിറങ്ങും, ഒരു ചായ ഒക്കെ കുടിക്കാൻ. നമുക്ക് ചായ കുടിച്ചാൽ മതിയായിരുന്നു അല്ലേ? ഒരു ചായ ഒക്കെ കുടിക്കാൻ ഇറങ്ങും. അത് കാണിച്ചു തന്നില്ലല്ലോ നിങ്ങൾക്ക്. അതിപ്പം പോകുന്ന വഴിക്ക് നിന്ന് കാണിച്ചു തരാം. ചായ കുടിക്കാൻ ഇറങ്ങും, ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരിക്കും. നല്ല രസമാണ് ഗൈസ്. ഞാനിത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഈ ക്യാമ്പസ്. അതുകൊണ്ടാണ് നമ്മൾ നല്ലത് കണ്ടാ നല്ലതാന്ന് പറയണം അല്ലേ? നല്ലത് കണ്ട ഞാൻ പറയും. അതെ, ഞാനും പറയും. കണ്ടപ്പോൾ ഞാൻ നല്ലത് പറഞ്ഞു എന്ന് വെച്ച് ഞാനിങ്ങനെ എന്താ പറയാ, എനിക്ക് എനിക്ക് ഈ പൊക്കുന്ന സ്വഭാവമല്ല. എനിക്ക് ഇഷ്ടമല്ല പൊക്കുന്നത്. എനിക്ക് കറക്റ്റ് കാര്യങ്ങൾ പറയണം. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് കാര്യം പറയും, അത്രേ ഉള്ളൂ. സാധാരണ ഈ പിള്ളേരൊക്കെ അവനവൻ്റെ ക്യാമ്പസിനെ കുറിച്ച് പൊതുവെ നല്ലത് പറയാറില്ല. ഞാൻ പറയട്ടെ, ഇത്രയേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അത് വലുതാക്കി എടുക്കുക. റിയാലിറ്റിയിലേക്ക് ആൾക്കാർ വന്നിട്ടില്ല, അതാണ് സത്യം. ഉണ്ടല്ലേ? കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കുറച്ചൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് നമ്മൾ പോയാൽ മതി. എല്ലാത്തിലും ഇങ്ങനെ കുറ്റം കണ്ടുപിടിച്ചിട്ട് എന്തിട്ടാണ് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്ന് വെച്ചിട്ട് ബാഡ് പറയണ്ടെന്നല്ല. ഉണ്ടാവും, പറയാനുണ്ടാവും. അതെ, പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, അതൊക്കെ അനാവശ്യമാണ്. ഇത്രയേ ഉള്ളൂ. അതെ, ഞാൻ പറഞ്ഞില്ലേ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുകയെന്ന്. ഇതാണ് CV രാമൻ ബ്ലോക്ക്. ഇവിടെ ഓഡിറ്റോറിയം, ഒരു മനോഹരമായ ഒരു വലിയ ഓഡിറ്റോറിയം. എൻ്റെ കച്ചേരിയൊക്കെ ഇതിന്റെ ഉള്ളിലായിരുന്നു നടന്നത്. അടിപൊളിയായിരുന്നു. അങ്ങോട്ടേക്ക് വഴിയുണ്ട്. ഇതാണ് CV രാമന്റെ എൻട്രൻസ്. നമുക്ക് ഇത് കൂടെ പോകണം, അത് കൂടെ പോകണം. ഇവിടുന്നാണ് നമ്മൾ വന്നത്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇത് കൂടെ പോവാം. ബാ, ക്യൂട്ടല്ലേ? ഇനി ഗ്രൗണ്ടിൽ കൂടെ പോവാം. ഇത് കൂടെയാണ് ഗ്രൗണ്ട് എൻട്രി അല്ലേ? ഇത് കൂടെ അങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ഇതെല്ലാം മാവാണല്ലേ? ഇതുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ സ്ഥലമുണ്ട്, അവിടെയൊക്കെ ഇരിക്കാൻ സ്ഥലമുണ്ട്. ഇവിടെ കുറേ പേര് ഇരിക്കണുണ്ടോ? അപ്പുറത്ത് കൂടെ നടന്നേ. ഇതെന്താ? രേവ ഫിറ്റ്നസ് സെന്റർ. ഇങ്ങോട്ടേക്ക് വഴിയുണ്ട്, അങ്ങോട്ടേക്ക് ഞങ്ങൾ തിരിച്ചു വരുമ്പം പോവും. ഫുഡ് കോർട്ട്, സ്റ്റേഷനറി. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും. സ്റ്റേഷനറിയുടെ സാറാണ്. ഇത് ബ്രാൻഡ് സ്റ്റോറാണ്.